ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന് സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും ബിജെപി കടന്നുകയറി. ബിജെപിക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമെന്നും അത് തന്ത്രപരമായ അനിവാര്യതയെന്നും പ്രമേയത്തിൽ. തെരഞ്ഞെടുപ്പുകളെ സീസണലായി കാണരുത്, പ്രതീകാത്മക സ്ഥാനാർത്ഥികൾ ഒഴിവാക്കണമെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടും. റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന്റെ വില 81,040 രൂപ, പവന് 160 രൂപയാണ് ഇന്ന് കൂടിയത്. 1 ഗ്രാമിന് 10,130 രൂപയാണ് ഇന്നത്തെ വില. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ കൂട്ടി. ബോട്ടിൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം തിരികെ ലഭിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം. എന്നാൽ പരിഷ്കാരത്തോട് വിയോജിക്കുകയാണ് ഭൂരിപക്ഷം ഉപഭോക്താക്കളും. ജീവനക്കാരും പരിഷ്കാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന നിലപാടിലാണ്. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി ഹൈക്കോടതി നീട്ടി. തിങ്കളാഴ്ച വരെയാണ് നടപടി നീട്ടിയത്. കോഴിക്കോട് വെള്ളയിൽ 40-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ശനിയാഴ്ച മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് വീണ്ടും ഖബർ തുറക്കുന്നത്. മദ്യപിച്ച് രാത്രി അവശനായി എത്തിയ അഷീമിന് രാവിലെയും ബോധം തെളിയാതെ വന്നതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണത്തിൽ കുടുംബത്തിന് സംശയം തോന്നിയ സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കാന്താര 2-ന് കേരളത്തിൽ വിലക്കേർപ്പെടുത്തി ഫിയോക്. കൂടുതൽ തിയേറ്റർ വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ. കളക്ഷൻ തുകയുടെ 55% 2 ആഴ്ചത്തേക്ക് വേണമെന്ന വിതരണക്കാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകൾ. കേരളത്തിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ്.